ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നേതന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ള ബ്രോക്കലി റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ വളരെ ഈസി ആയിട്ടുള്ള 3 റെസിപ്പീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോക്കലീൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് എ പവേഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ഇതിൽ കുറേ മിനറൽസും വിറ്റാമിൻസും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഐസൈറ്റിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഹൈ ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ഡൈജഷനും അതുപോലെ തന്നെ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഈ ബ്രോക്കലി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രോക്കലി എടുത്തിട്ടുണ്ട്. ദെൻ ഒരു പാത്രത്തിൽ മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലാണ് ഞാൻ ഈ ബ്രോക്കലിയുടെ ഫ്ലോറൈഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ ഫസ്റ്റ് റെസിപ്പിയിൽ ഞാൻ ഇവിടെ ക്യാരറ്റും കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്യാരറ്റും ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഫ്രഷ് വാട്ടറിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് റെസിപ്പിയിലോട്ട് പോവാം. ബ്രോക്കലി ക്യാരറ്റ് പ്യൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കഴുകി വെച്ചിട്ടുള്ള ബ്രോക്കലി ഒന്നും കൂടി ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഇത് മാത്രം ആദ്യം എടുത്താൽ മതി കേട്ടോ, ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ദെൻ ഞാൻ ബ്രോക്കലി ഇങ്ങനെ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഉണ്ട്. അപ്പോൾ ക്യാരറ്റും ഇതുപോലെ തന്നെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ എന്തായാലും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കൂളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിതൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും അതുപോലെ തന്നെ ബ്രോക്കലി എല്ലാം തന്നെ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് വരെ നമ്മൾ കുട്ടികൾക്ക് ഉപ്പൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇത്തിരി പെപ്പർ പൗഡർ ഇല്ലേ, കുരുമുളക് പൊടി, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ഫോമിൽ ആണ് ഞാൻ മോനും കൊടുക്കുന്നത്, പ്യൂരി ഫോം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. സോ നമുക്കിനി സെക്കൻഡ് റെസിപ്പിക്ക് പോവാം. ബ്രോക്കലി ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ബ്രോക്കലിയൊക്കെ വാഷ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഓംലെറ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാവുമല്ലോ. പിന്നെ ഇതാ ഞാനവിടെ കണ്ടില്ലേ, അത് വേറെ ദിവസം എല്ലാം കൂടി റെസിപ്പീസ് ഒരു ദിവസം ചെയ്യുന്ന എല്ലാ ഇത് സെപ്പറേറ്റ് ഡേയ്സ് ഞാൻ മോനെ കൊടുക്കുന്നത് ഷൂട്ട് ചെയ്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതാ ബ്രോക്കലി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ബ്രോക്കലി സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ മാഷ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതേശം ഞാനിവിടെ മോൻ്റെ തന്നെ ഗ്ലാസ് കൊണ്ടാണ് മാഷ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം ചതച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒത്തിരി കുരുമുളക് പൊടി മുട്ടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ബ്രോക്കലിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലോട്ട് ചെറിയുള്ളി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4ഓളം ചെറിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയോ എന്തായാലും കുഴപ്പമില്ല. ഒരു ചെറിയ ഹാഫ് പോർഷൻ ഓഫ് ഒണിയൻ മതിയായിരിക്കും. അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഒരു പാൻ എടുക്കുന്നുണ്ട്. പാനിൽ ഞാൻ ഹോം മെയ്ഡ് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പാൻ മൊത്തം ഒന്ന് ഇത് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓംലെറ്റ് സാധാരണ എങ്ങനെ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്പൂൺ കൊണ്ട് തന്നെ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അത് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ദെൻ ഞാൻ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മക്കൾക്കുള്ള ഭക്ഷണം നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. എസ്പെഷ്യലി എഗ്ഗൊക്കെ ആണെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ എഗ്ഗ് യോക്ക് മാത്രമാണ് കൊടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചാൽ മതി. അതൊക്കെ നിങ്ങളുടെ കുട്ടി, ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ കുട്ടി എങ്ങനെ കഴിക്കുന്നോ അതുപോലെ മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോക്കലി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറേ പേര് ചോദിക്കുന്നത് കുട്ടിക്ക് പല്ലുണ്ടോയെന്നൊക്കെ. കുട്ടിക്ക് പല്ലൊന്നുമില്ല, അവൻ ഗംസ് കൊണ്ട് തന്നെയാണ് അത് ചവയ്ക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടാണ് ഞാൻ അവന് കൊടുക്കുക. പിന്നെ ഞാൻ കയ്യിൽ ഒക്കെ ഒരു ബ്രോക്കലിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ എന്ത് കിട്ടിയാലും വായ കൊണ്ടുപോകുന്ന ആൾ ഈ ബ്രോക്കലി വായയിലേ കൊണ്ടുപോകുന്നില്ല, ചുമ്മാ കൈ കൊണ്ട് പിടിച്ച് കളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫിംഗർ ഫുഡൊക്കെ കൊടുക്കണം എന്നല്ലേ പറയാം. അപ്പോൾ അത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ എന്തായാലും അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി. അവൻ കഴിക്കാറുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ.
നെക്സ്റ്റ് തേർഡ് റെസിപ്പി ബ്രോക്കലി പൊട്ടാറ്റോ ഫ്രിറ്റേഴ്സ് ആണ് കേട്ടോ. ഇതിനും ബ്രോക്കലി എടുക്കുക, ഞാൻ എന്താ കഴുകാൻ വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇവിടെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം. ദെൻ ഞാൻ സ്റ്റീം ചെയ്യുന്ന ആ പാത്രത്തിലോട്ട് ഇതെല്ലാം പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റീം ചെയ്യുന്ന കുക്കർ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എവിടുന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓഫ്ലൈൻ എവിടുന്നോ ആണ്, അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണോന്നും അറിയില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണോ എൻ്റെ വീട്ടിൽ നിന്നാണോ അത് കിട്ടിയതെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ എന്തായാലും ഈ സ്റ്റീം ചെയ്യുന്നതിലോട്ട് ഞാൻ ഈ പൊട്ടാറ്റോയും ബ്രോക്കലിയൊക്കെ ഇട്ട് നല്ലോണം കുക്ക് ചെയ്ത് തീർക്കുന്നുണ്ട്. ദെൻ ഞാൻ ഇത് നല്ല രീതിയിൽ മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈകൊണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയില്ലേ, ഒരു പിഞ്ച് ഓഫ് ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മുടെ ഈ അരിപ്പൊടി ഇല്ലേ, റൈസ് ഫ്ലോർ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടേൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുട്ടി യോക്ക് മാത്രമേ കഴിക്കുള്ളൂ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ടയെ കഴിക്കില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ദെൻ ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം ഞാൻ വീണ്ടും കൈകൊണ്ട് തന്നെ നല്ലോണം ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിയൊരു പാൻ എടുത്ത് ഗീ ഒക്കെ തടവിയതിന് ശേഷം ഞാൻ അതാ കുഞ്ഞു സർക്കിളിലായിട്ട് നമ്മളുടെ ഈ ബ്രോക്കലി പൊട്ടാറ്റോ ബാറ്റർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് വേവിക്കുക, നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പ് ഇടാണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.